അനുകുട്ടിന് ഉറങ്ങിയോടി? അവളെപ്പോഴേ ഉറങ്ങി. ഇന്നും ഗിരിജ ചേച്ചി 2 വട്ടം വിളിച്ചിരുന്നു. നാളെ അവിടെ ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരമുണ്ടായിട്ട് വേണ്ടേ പെങ്ങളെ കാണാൻ പോവാൻ? പോകണ്ട. സുനന്ദേച്ചി, ഇതന്നെ രാവിലെ തന്നെ പത്രം വായനയാണോ? എന്താടാ പതിവില്ലാതെ രാവിലെ? ഞാൻ ഗിരി വന്ന്. ഗിരി ഇന്നലെ നിന്നെ വിളിച്ചായിരുന്നാ? ഞങ്ങൾ കണ്ടായിരുന്നു. എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ചു. എത്ര മണിക്ക്? ഇന്നലെ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോ. ആഹാ, നീയായിരുന്നാ? എന്തിനാ? എണീറ്റ് മാറാല്ലേ പറഞ്ഞത്? എന്തൊരു തൊല്ലണിയല്ലേ മാത്രം. നീ എത്ര മണിക്കാണ് ഇന്നലെ വന്നത്? രാത്രി 12 മണിക്ക്. പിന്നെ രാത്രി 7 മണിക്ക് ഷാപ്പിൽ പോയി ചത്തുപോയത് നിന്റെ അച്ഛനാണോടാ? ആരാ മേടത്തി കള്ളൊക്കെ പറഞ്ഞു? ഇങ്ങോട്ട് കയറി വന്നേ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? നീ എന്തൊക്കെ പറഞ്ഞു വരുത്തുന്നത്? നീ മറന്നു. ഞാൻ ഇന്ന് രാവിലെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. എന്തിന്? എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ടെന്ന്. എത്ര കാശ്? ഒരു 10,000. തരാൻ പറ്റില്ല. എന്താ? തരാൻ പറ്റില്ല. തരത്തില്ലേ? ഇല്ല. അപ്പൊ തരത്തില്ല. പോടാ. നീ തീർന്നടാ, തീർന്നു. നിനക്ക് ഇവിടെ ഉണ്ടായിരുന്ന ചീത്തപ്പേര് കൂട്ടാൻ വേണ്ടിയാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ? അല്ല, കൊടുക്കണ്ടെങ്കിൽ അവൻ ആ കാശെടുത്ത് കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്നെ പറ്റി എത്രയൊക്കെ നാറ്റിക്കാൻ പറ്റും അത്രയൊക്കെ അവൻ നാറ്റിക്കും. അതോടെ നിന്റെ ഈ ഗൾഫുകാരൻ ഇമേജ് എല്ലാം പോയി കിട്ടും. വെറുതെ ഞാൻ നല്ല റിച്ച് ആയിട്ട് വന്നേക്കുന്നത് നീ കാണുന്നവരടുത്തൊക്കെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു. കല്യാണമൊക്കെ നോക്കുന്നുണ്ടല്ലേ? ഇനി നടക്കും. ഞാൻ പോട്ടെ. ഗോപിയെ, ആ 4 ഗ്രാമിന്റെ കമ്മലല്ലേ? ഒരു മോതിരോ ഞാൻ തരും. അതൊക്കെ എപ്പോഴേ വിറ്റു. 6 സെന്റ് സ്ഥലം കഴിഞ്ഞ കൊല്ലം സെന്റിന് 1.5 കൊടുത്തത്. ഹരികൃഷ്ണന് വർക്ക്ഷോപ്പ് തുടങ്ങാൻ. അതുകൊണ്ട് സ്ഥലവും പോയി 5 പൈസയുടെ ഗുണം കുടുംബത്തിന് ഉണ്ടായിട്ടുമില്ല. അവന് കുറച്ച് കൂട്ടുകാരുണ്ട്, ഒരുത്തനും ശരിയല്ല. ഐറ്റിങ്ങൾ എപ്പോഴാ വർക്ക്ഷോപ്പിൽ തന്നെയാണേ. എനിക്കറിയാം. അതിന്റെയൊക്കെ ഫല ഞാനിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഹലോ, നമ്മുടെ ഈ സ്ഥലം കച്ചവടമായി. ഉച്ച കഴിഞ്ഞ് രജിസ്ട്രേഷനാ. കാശൊക്കെ മേടിച്ച് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെച്ചോ. അനുമോളുടെ കല്യാണം നടക്കില്ല. കല്യാണം നടക്കൂലേ? അതെന്താ അളിയാ? അളിയൻ തന്നെ കാര്യം. അളിയൻ ഏത് സമയം ഷാപ്പിൽ തന്നെ താമസമെന്നാ അവരന്വേഷിച്ച പറഞ്ഞത്. അളിയന്റെ ഈ മുടിഞ്ഞ കുടി കാരണം അനുവിന്റെ എത്രാമത്തെ ആലോചന മുടങ്ങി പോകുന്നത്. അതിനവർ എന്നെ അല്ലല്ലോ കെട്ടുന്നത്. ആ വയ്ക്ക. എടാ, ഒന്ന് ചിരിച്ചു പോസ് ചെയ്യോ? ആശ ചേച്ചി, സോറി, ഒരു സെക്കൻഡ്. ലുക്ക് ഇവിടെ 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 ലെൻസില്. ഓക്കെ. ആടി, ആളെ മനസ്സിലായ നിനക്ക്? നമ്മുടെ വിമല ടീച്ചറുടെ മോളാ അനു. എനിക്കറിയാം, അനുപമ. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്ന് വലിയ നേതാവൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഗൾഫിൽ പോയി ഇതേ നല്ല ലാൻഡ് ചെയ്തോളൂ. ഇതിപ്പോ കല്യാണാലോചനയുടെ ഫോട്ടോ എടുപ്പാ. അല്ല, ലീവ് അധികമല്ല. അപ്പൊ നേരത്തെ തന്നെ ആലോചനകളൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചു. ഇവളുടെ വീട്ടിലും ബ്രോക്കർമാരെ തിരക്കാം. ഇന്നലെയും കൂടെ രസമായി കാണാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് ചീറ്റി പോയി. എന്നാ നീ വിട്ടോ, ഫോട്ടോ ഞാൻ അടിച്ചു വെച്ചേക്കാം. ശരി. വിമല ടീച്ചറിനോട് ചോദിച്ചാൽ മതി. എന്നാ അറിയും? ഗിരീഷ് പി എന്ന് പറഞ്ഞാൽ അറിയാം. ഞാൻ പറയാം. എടാ, ആ വിമല ടീച്ചറുടെ മോൾ എങ്ങനെയുണ്ട്? ആരാനുവോ? അവള് നല്ല ഒച്ചല്ലേ? അല്ല, വെറുതെ ചോദിച്ച.
പതിനെട്ട് കുറിപ്പേട്ട ഇവിടെ സേഫാണോ? തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പൊ വരടെ. എങ്ങോട്ടാ? വരാം. ഗിരീഷേ, ഗുഡ് മോർണിംഗ് കുറുപ്പേട്ടൻ. ആ നീ ഒന്ന് തിരിച്ചോണേ. ഡേറ്റ് തീരുമാനിച്ചുള്ള കുറുപ്പേട്ട. നമ്മൾ ഇന്നലെ ഷാപ്പില് വെച്ച് കണ്ടായിരുന്നു ഡാൻസ്. അത് ഷാപ്പ്, ഇത് ഷോപ്പ്. ഓ, ആ അപ്പൊ ശരി. ആ ശരി. അപ്പൊ ഇന്നലെ രാത്രി തലക്കുള്ളിലാണ്ട് അവനോട് ഡാൻസ് കളിച്ചോണ്ടിരിക്കണ്ടായില്ല. എനിക്ക് ആദ്യം അവനെ പിടികിട്ടിയില്ല, പിന്നീടാ മനസ്സിലായത്. ഒരു ദിവസം ഞാൻ കത്ത് കൊടുത്ത് പള്ളിക്കവല കറങ്ങി വന്നപ്പോൾ അവിടെ ഭയങ്കര അടി. ഇവനായിരുന്നു മുമ്പിൽ. എന്തായിരുന്നു പ്രകടനം? അന്നവനൊക്കെ കൂടെ 5 ആശുപത്രിയിലാക്കി. എനിക്കറിയാവുന്ന കേസാ. ആ പോലീസ് കേസിന് രക്ഷപ്പെടാനാ ഇവൻ ഗൾഫിൽ പോയത്. നമുക്ക് ആ കമ്പനി വേണ്ട. നീ പോയി ഒരു ബോട്ടിൽ മേടിച്ചോണ്ട. ഇത് കട്ട ബോർണടാ അയാള്. ആര്? ആ കുറിപ്പ് ഒതുക്കത്തിൽ എൻ്റെ കിട്ടും. അമ്മയ്ക്ക് ഈ കുത്തിമറിച്ച് നിർത്താറായില്ലേ? ചേട്ടൻ ആ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തൂടെ? എന്നാലേ എനിക്കും കിട്ടത്തുള്ളൂ. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് ഷാപ്പിൽ കിട്ടും. അത് ഈ അമ്മയുടെ ഒക്കെ ഒരു കാര്യം. അതൊക്കെ ഈ പ്രായത്തിന്റെ കുസൃതിയല്ലേ? വീടല്ലേ ചേട്ടനെ കല്യാണം നടത്താനുള്ളതാ. കല്യാണോ? ആ ആ, ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടിക്കില്ല. അമ്മ എന്തായിരുന്നു? അമ്മ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കില്ല എന്ന് പറയട്ടാ. അതാടാ സുനന്ദ. എടി ആശേ, നീ എനിക്ക് ആ വിമല ടീച്ചറുടെ നമ്പർ ഒന്ന് അയച്ചു തരും. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മ പാവോടാ. എന്നിട്ടാണ് 4 വർഷം ഗൾഫിൽ ജോലി എടുത്തിട്ട് 40,000 രൂപ വീട്ടിലയക്കാഞ്ഞത്. എനിക്ക് അവിടെ കള്ളടിക്കാൻ കാശ് കഴിഞ്ഞാൽ ബാക്കി കാശ് വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. അപ്പൊ അവിടെ ഇത് തന്നെയായിരുന്നു പരിപാടി. എടാ അവിടെ കള്ളടി മൂത്ത് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന കണ്ടപ്പോഴല്ലേ ഒരു കല്യാണം കഴിച്ചാൽ ശരിയാവുന്ന ഒരാൾ പറഞ്ഞു. അതാരാ? ഒരു കാട്ടറബി. കാട്ടറിയാ? എന്നിട്ട് എടാ അതാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഇത്തവണ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മയുടെ തീരുമാനം കറക്റ്റാ. അത് കറക്റ്റാണ്. നീ ഉണ്ടായതോട് പ്രസവം നിർത്തിയില്ലേ? ആ വിമല ടീച്ചറുടെ നമ്പർ. ഹലോ. ഹലോ, വിമല ടീച്ചറുടെ നമ്പർ അല്ലേ? അതെ, ഞാൻ മോളാണ്. ആ അനുപമ, ഞാൻ ഗിരീഷ് പി. ഇന്ന് രാവിലെ കണ്ടായിരുന്നു നമ്മള്. ആ മനസ്സിലായി. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, ദേ ഫോൺ. ആരാ? അമ്മയുടെ ഒരു സ്റ്റുഡന്റാ, ഗിരീഷ് പി. ഹലോ, ടീച്ചറെ പിപിയാ. എങ്ങനെയുണ്ട് മോനെ? സുഖാണോ? ഓ അതെ ടീച്ചറെ, ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടായിരുന്നു. അനുവിനെ കണ്ടിരുന്നോ? അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നമ്മുടെ ആശയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അവിടെ വെച്ച് അനുവിന്റെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു ടീച്ചറെ. അതിന്റെ ഒരു വിഷമം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഏയ്, ഇനിയും നല്ല ആലോചനകൾ വരും, അത്രേ ഉള്ളൂ. ഞാനൊരു ആലോചനയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ടീച്ചറെ. ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ ടീച്ചറെ. എനിക്ക് അനുപമനെ കല്യാണം കഴിച്ചു തരാമോ? രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടതും കല്യാണം മുടങ്ങിയതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറൊന്നും പറഞ്ഞില്ല. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? പറയാം. ഇതും പറഞ്ഞ് മേലാൽ താൻ എന്റെ ഫോണിൽ വിളിച്ചു പോകരുത്. താൻ എപ്പോഴാണ് എന്റെ മുഖത്ത് സങ്കടം കണ്ടത്? എടോ, താൻ എന്താ വിചാരിച്ചത്? എന്റെ കല്യാണം കഴിയാതെ ഞാൻ ഇവിടെ കരഞ്ഞു പോയിരിക്കുകയാണോ? എടോ, നാണുണ്ടോടോ തനിക്കൊക്കെ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. എന്നെ മാന്യത പഠിപ്പിക്കാൻ താനാരാടോ? നീ ആരടി പുല്ലേ? നിന്നെ കെട്ടുന്നോണ്ട് കാര്യം പോക്കാടി. ദേ, എന്നെ എടി പൊടിയെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. എടി ബോഡി എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടി? വെച്ചിട്ട് പോടാ. മോളെ, ഏതായി അലവലാതി? ഗിരീഷ് പി. കിട്ടിയല്ല? എനിക്ക് കിട്ടി. നിനക്കൊരെണ്ണം തരട്ടെ? വേണ്ട.